ദ ഗ്ലാസ് ഡോം ഹെൻറിക് ബയോൺ, ലീസ ഫർസേന എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് ലിയോണി വിൻസെന്റ്, ജോഹാൻ ഹെഡൻബർഗ് തുടങ്ങിയ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ സ്വീഡിഷ് ക്രൈം ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. സ്വീഡനിലെ ഒരു ചെറിയ ടൗണിൽ തന്റെ കൂട്ടുകാരിയുടെ മകളെ കാണാതാകുമ്പോൾ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ക്രിമിനോളജിസ്റ്റായ ലൈലയുടെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. ഇതൊരു സ്ലോ ബേൺ മിസ്റ്ററി ത്രില്ലറാണ്. എനിക്ക് അങ്ങനെയുള്ള പടങ്ങളും സീരീസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് തുടക്കം മുതൽ തന്നെ നമ്മളിങ്ങനെ ഹുക്ഡ് ആക്കി നിർത്തുന്ന ടൈപ്പ് ഒരു സീരീസുമാണ്. സെക്കൻഡ് എപ്പിസോഡ് മുതൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റോറിയിലേക്ക് ഇൻവോൾവ് ആവുകയും ചെയ്യും. ഇതിന്റെ മിസ്റ്ററി അല്ലെങ്കിൽ സസ്പെൻസ് അത്യാവശ്യം നല്ലതായിരുന്നു. സ്ഥിരമായിട്ട് ത്രില്ലേഴ്സ് ഒക്കെ കാണുന്നതുകൊണ്ട് എനിക്ക് ഏകദേശം ആരാണ് എന്താണ് സംഭവം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു നോർമൽ ഓഡിയൻസിന് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ സസ്പെൻസ്, ആ മിസ്റ്ററി കൊള്ളാമായിരുന്നു. സീരീസിന്റെ പേര് പോലെ തന്നെ നമുക്കൊരു സഫക്കേഷൻ തരുന്ന ഒരു സ്റ്റോറിയും കഥ പറച്ചിൽ സ്റ്റൈലുമാണ് ഇതിനുള്ളത്. എല്ലാ മനുഷ്യരുടെയും ഒരു പേടി സ്വപ്നം എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തിനെ ഭയക്കുന്നോ അതിൽ നമ്മൾ എത്തും എന്നൊരു ഭീകരത ഈ സീരീസ് ഒരു തരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ഷോക്ക് അല്ലെങ്കിൽ ഒരു വെല്ലായ്മ ഒക്കെ ഫീൽ ചെയ്തു. അതായത് ആദ്യം അല്ലെങ്കിൽ പണ്ട് നമുക്കുണ്ടായ ഒരു ട്രോമ, ആ ഒരു ഭീകരതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് പിന്നെ പേടിച്ച് അത് ഉണ്ടാകുമോ എന്ന് പേടിച്ചിരുന്നിട്ട് പിന്നെയും ചെന്ന് അകപ്പെടുക എന്നുള്ളത്. എപ്പിസോഡ് 6 അല്ലെങ്കിൽ ക്ലൈമാക്സ് അത്യാവശ്യം നല്ല ടെൻഷൻ ബിൽഡിംഗ് ആയിരുന്നു. പിന്നെ ഇതിന്റെ വില്ലന്റെ മുമ്പിൽ പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സും വല്ലാതെ വീക്ക് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അഭിനയിച്ചവരുടെ എല്ലാം നല്ല പെർഫോമൻസും സീരീസിന്റെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ലിയോണി വിൽസന്റെ അവതരിപ്പിച്ച നായിക കഥാപാത്രമായ ലൈല, പിന്നെ വോൾട്ടർ ആയിട്ട് വന്ന ജോഹാൻ ഹെഡർബർഗ്, തോമസ് ആയിട്ട് വന്ന ജോഹാൻ റിബോർക്ക് ഉൾപ്പെടെ എല്ലാവരുടെയും നല്ല കൺവിൻസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ കിടു വിഷ്വൽസ് ആണ്. ഇതിന്റെ നല്ല ക്യാമറ വർക്കാണെന്ന് പറയാം. ലൊക്കേഷനും പൊളിയാണ്. സ്കാൻഡിനേവിയൻ മർഡർ മിസ്റ്ററി ആണ് ഈ സീരീസ്. ഞാൻ എപ്പോഴും പറയാറുള്ള മഞ്ഞും മിസ്റ്ററിയും എൻ്റെ ഒരു ഫേവറേറ്റ് കോംബോ ആയതുകൊണ്ട് തന്നെ എനിക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അതായിരിക്കും എന്നെ ഇതിലേക്ക് കൂടുതൽ ആകർഷിച്ചതെന്ന് പറയാം. അതുപോലെ എൻ്റെ കളറിങ്, ലൈറ്റിങ്, എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ കൊള്ളാമായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ മാത്രം ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്തായിരുന്നു. അല്പം സ്ലോ പേസ്ഡ് ആയിട്ടാണ് ഈ സീരീസ് മൊത്തം പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അത്ര രസിക്കണമെന്നില്ല. ഇങ്ങനെ ചെറിയ ചില പോരായ്മകൾ ഇതിൽ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതുപോലെ കുട്ടിക്കാലത്ത് ഒരു അമ്മയുടെ പോർഷനൊക്കെ ഇതിൽ കാണിക്കുമ്പോൾ ഒരു ഭയങ്കര ഇമോഷണൽ കണക്ഷനൊന്നും നമുക്ക് വരുന്നില്ല. എങ്കിലും ക്യാരക്ടേഴ്സിനോടുള്ള നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ടും കഥാപരിസരവും ഒക്കെ കൊണ്ട് നമ്മൾ എന്താകും അടുത്തത്, ആരാകും വില്ലൻ എന്നൊക്കെയുള്ള ആകാംക്ഷ ജനിപ്പിക്കാനായിട്ട് സീരീസിന് സാധിച്ചിട്ടുമുണ്ട്. ആകെ മൊത്തം ടോട്ടലിൽ ഒരു നല്ല മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ് ദ ഗ്ലാസ് ഡോം എന്ന് പറയാം. ഗംഭീരമൊന്നുമല്ല കേട്ടോ, പക്ഷെ ആവറേജോ അല്ലെങ്കിൽ അതിനേക്കാൾ ഇച്ചിരിയോ മുകളിലാണ് എന്ന് തന്നെ പറയാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. സ്വീഡിഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ്, ഹിന്ദി ഡബ്ബിംഗ് വെർഷനും അവൈലബിൾ ആണ്. തമിഴ്, മലയാളം ഡബ്ബിംഗ് ഒന്നുമില്ല. 42 മുതൽ 45 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. ലിമിറ്റഡ് സീരീസ് ആണ്. അതായത് ഒറ്റ സീസണിൽ തന്നെ ഇതിന്റെ കഥ കംപ്ലീറ്റ് തീരും. സീസൺ 2 വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് 18+ സീരീസ് ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.